എടീ, ഞാൻ ഇന്ന് രാവിലെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സാഡായിട്ടുള്ളൊരു ന്യൂസ് അങ്ങോട്ട് കേട്ടു. നെയ്മർ ജൂനിയറിന് COVID-19 പോസിറ്റീവായി. ഈ ഒരു പ്ലെയറിന് ഇനി വരാത്ത വല്ല ഇഞ്ചുറിയും ബാക്കിയുണ്ടോ? മുട്ടിന്, കാഫിന്, ആങ്കിളിന്, തുടക്ക്, അങ്ങനെ എല്ലാ ടൈപ്പ് ഇഞ്ചുറിയും കുറേ സർജറികളും ചെയ്ത് ഇപ്പോൾ അത് COVID-19. ഞാൻ അങ്ങനെ ആലോചിക്കുക, ഇത് എന്തൊക്കെ ടൈപ്പ് ഇഞ്ചുറികളല്ലേ ഒരു പ്ലെയറിന് മാത്രമായിട്ട് വരുന്നത്? ഏതൊക്കെ ടൈപ്പ്? അതും ഇപ്പം ഈ ഒരു COVID-19 എവിടെന്നാ ഇതൊക്കെ കയറി വരുന്നത്? ഇതൊക്കെ ഇനി പുള്ളി വല്ല പാർട്ടിക്കും പോയി ആരുടെയും കയ്യിൽ നിന്ന് കിട്ടിയതാണോ ഒരു ഐഡിയ ഇല്ല. എന്തായാലും കുറച്ച് ഇപ്പോൾ ഒരു കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് ലാസ്റ്റ് സാൻഡോസിൻ്റെ മാച്ച് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു ഹാൻഡ് ബോൾ റെഡ് കാർഡൊക്കെ കിട്ടിയ ആ ഒരു മാച്ച് കഴിഞ്ഞ് പിന്നെ വ്യാഴാഴ്ച തൊട്ട് അദ്ദേഹം ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടില്ല. അദ്ദേഹം ഈ ഒരു COVID-19 പോസിറ്റീവ് ആയതുകൊണ്ട് കുറച്ച് കാലം ക്വാറന്റൈൻ കിടന്ന് അതുപോലെ തിരിച്ചു വരേണ്ടി വരും. കാരണം നെയ്മർ നമുക്ക് ആ ഒരു എന്താ പറയുക, ഇഞ്ചുറി കഴിഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ച് വരികയാണ് നെയ്മറിൽ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്? ഓൾറെഡി അദ്ദേഹം നല്ല കൂളായിട്ട് ഡ്രിബിൾ ചെയ്യുന്ന, കൂളായിട്ട് ഫിനിഷ് ചെയ്യുന്ന, കൂളായിട്ട് പാസ് ഇടുന്ന, ഇടയ്ക്ക് റെഫറിനോടൊക്കെ ഒന്ന് ചൂടാവുന്ന ആ ഒരു നെയ്മർ നമുക്ക് ആ ഒരു കഴിഞ്ഞ ആ ഒരു ബ്ലൂ ജേഴ്സിയിൽ നമുക്ക് കാണാൻ പറ്റി. പക്ഷേ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള മാച്ചിന് ഇനി ഇറങ്ങാൻ പറ്റില്ല. ലാസ്റ്റ് മാച്ചായിരുന്നു അത്. ഇനി നെയ്മർ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിലാണ് സാൻഡോസിൽ കളിക്കുക. എന്തായാലും നെയ്മറിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കറൻറ്റ്ലി. ഇനി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് ഏതെങ്കിലും ടീമിലോട്ട് പോവില്ലെന്നും അറിയില്ല. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാവി അദ്ദേഹം ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, പുറത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നെയ്മറിൻ്റെ കാര്യങ്ങൾ. സോ നെയ്മറാണ് തിരിച്ചു വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രാങ്കോ മസ്തൻതുവാനോ, ഈ ഒരു പ്ലെയറിനെ അദ്ദേഹത്തിൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അവിടെ സൈഡിൽ ഫോട്ടോ വെക്കാം. ഈ ഒരു പ്ലെയറിനെ ഇപ്പോൾ എല്ലാവർക്കും ഒരേക്കും ഭയങ്കരമായിട്ട് വാർത്തകളൊക്കെ പുറത്ത് വരുന്ന അർജൻറ്റീൻ വണ്ടർ കിഡാണ്. വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള അർജൻറ്റീൻ ലീഗിലെ റിവർ പ്ലേറ്റിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അത് നമ്പർ 10 ആണ്. ഈ ഒരു പ്ലെയറിന് വേണ്ടി കുറച്ച് കാലങ്ങളായിട്ട് PSG ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വണ്ടർ കിഡാണ്, അവർക്ക് അവരുടെ ടീമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ലൂയിസ് എൻറിക്കേക്ക് അദ്ദേഹത്തെ വെച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് PSG ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് ഈ ഒരു ഫ്രാങ്കോ എന്ന് പറയുന്നത്. പക്ഷേ ഒരാളിറങ്ങി, ഈ ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് വേറൊരാളിറങ്ങി. ആരാ? അണ്ണനിറങ്ങി, പെരസ്. റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള പെരസ് അണ്ണൻ ഇറങ്ങി. അദ്ദേഹം ഇറങ്ങിയാൽ പിന്നെ നമുക്കറിയാലോ, ആ ഒരു പ്ലെയറിനെയും കൊണ്ടേ അദ്ദേഹം തിരിച്ചു വരുള്ളൂ. ആ ഒരു എന്താ പറയുക, ലിവർ പ്ലേറ്റിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു 45 മില്യൺ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാനാണോ അതോ ഇനി വേറെ രീതിയിലാണ് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. 45 മില്യൺ ആണ് അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് ഉള്ളത്. അത് ട്രിഗർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു റിവർ പ്ലേറ്റിൻ്റെ മുന്നിൽ പെരസ്. പിന്നെ ഈ ഒരു ഫ്രാങ്കോക്കും അദ്ദേഹത്തിൻ്റെ ഡ്രീം ക്ലബ്ബാണ് റയൽ മാഡ്രിഡ് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു പ്ലെയറിൻ്റെയും ഡ്രീം ക്ലബ്ബാണ്. റയൽ മാഡ്രിഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ട്രോഫീസ് കൂടുതൽ വിൻ ചെയ്യാം. പിന്നെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ പ്രൊഫഷണൽ ട്രെയിനിങ് ഒക്കെ അദ്ദേഹത്തിന് സ്വന്തമാക്കാം. കുറേ ഐക്കോണിക് ആയിട്ടുള്ള ഇപ്പോൾ കറൻറ്റ്ലി ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സിൻ്റെ കൂടെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. PSG മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ റയൽ മാഡ്രിഡ് കുറേ നല്ല പ്ലേയേഴ്സൊക്കെ അതായിരിക്കും പ്രിഫർ ചെയ്യുക. പിന്നെ ഫ്രാങ്കോയുടെ ഡ്രീം ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഓൾമോസ്റ്റ് യെസ് പറഞ്ഞിട്ടുണ്ട്. ഫെബ്രിസിയോ റൊമാനോടക്കം കൺഫേം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടുത്ത് ഫെബ്രിസിയോ റൊമാനോ പറയും ഫ്രാങ്കോ മസ്തൻതുവാനോ ഹിയർ വി ഗോ ടു റയൽ മാഡ്രിഡ്, ആ സാധനം അദ്ദേഹം പറയും. എന്തായാലും ഭയങ്കര സൂണായിട്ട് തന്നെ നടക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ഈ അടുത്ത് അതിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് ആയിട്ട് അദ്ദേഹത്തിനെ മിക്കവാറും സൈൻ ചെയ്യുമായിരിക്കും. സോ ഈ ഒരു ഫ്രാങ്കോ മസ്തൻതുവാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 വയസ്സിലും ഭയങ്കര മെച്യൂറായിട്ട് ഭയങ്കര ക്ലാസ് പ്ലെയറാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഡിമാൻഡ്. റയൽ മാഡ്രിഡൊക്കെ രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പ്ലെയറിൻ്റെ ക്ലാസ് എത്രത്തോളമായിരിക്കും എന്നുള്ളത്. സോ ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇനി വരിക എന്നുള്ളത്. റയൽ മാഡ്രിഡ് സൈൻ ചെയ്യും, കൺഫേം ആണ്. സോ താങ്ക് യു സോ മച്ച്.